ബ്രസീലിയൻ സാഹിത്യകാരനായിട്ടുള്ള പൗലോ കൊയ്ലോയുടെ ഫിഫ്ത്ത് മൗണ്ടൈൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ള നോവലുണ്ട്. ഏലിയ പ്രവാചകൻ ജെസബേൽ രാജ്ഞിയിൽ നിന്നും അഹാബ് രാജാവിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒരു മലയിൽ, 5-ാം മലയിൽ പോയി താമസിക്കുന്നു എന്ന ഒരു ഇതിവൃത്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു നോവലാണ്. അതിൽ പറയുന്ന ഒരു കൊച്ചു കഥ ഇപ്രകാരമാണ്. ഒരു ഗ്രാമത്തിൽ ഒരു ചെറുപ്പക്കാരന് ഒരു ദർശനം ഉണ്ടാവുകയാണ്. ദർശനം ഇപ്രകാരമാണ്: ഒരു രാത്രിയിൽ ഒരു മാലാഖ വന്ന് ആ ഗ്രാമത്തിലുള്ള എല്ലാ കിണറുകളിലെയും വെള്ളത്തിൽ വിഷം കലർത്തും. ആ വിഷം കലർത്തിയ വെള്ളം കുടിക്കുന്ന ഗ്രാമവാസികളൊക്കെ ഭ്രാന്തന്മാരായിട്ട് മാറും. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഭ്രാന്തനാകാതിരിക്കണമെങ്കിൽ അവനാവശ്യമായിട്ടുള്ള ജലം അവൻ മാറ്റിവെക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. അങ്ങനെ അവൻ രാത്രിയിൽ ഉറക്കത്തിൽ നിന്നും ഉണർന്നു, സ്വപ്നത്തിൽ നിന്നുമൊക്കെ ഉണർന്നു. അവൻ രാത്രി അവനാവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് മാറ്റിവെക്കുന്നു, കിടന്നുറങ്ങുന്നു. രാവിലെ എണീക്കുമ്പോൾ ഇവൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും മാലാഖ സ്വപ്നത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വെള്ളം കുടിക്കുന്നു. അവർക്കൊക്കെ ഭ്രാന്ത് വരുന്നു. അവർ ഈ ഭ്രാന്തന്മാരുടേതായിട്ടുള്ള ചില ചേഷ്ടകൾ കാണിക്കുന്നു, വാക്കുകൾ കൊണ്ടും പെരുമാറ്റങ്ങൾ കൊണ്ടും ചില ഭക്ഷണ അല്ലെങ്കിൽ ഒരു വസ്ത്രരീതികൾ കൊണ്ടൊക്കെ. ഇവനിത് വളരെ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്, ഈ മറ്റ് ഗ്രാമവാസികളുടെ ഭ്രാന്തിൻ്റെ കാട്ടായങ്ങൾ. എന്നിട്ട് പറയുന്നു, ആ ഗ്രാമവാസികളെല്ലാവരും കൂടി, ഈ ഭ്രാന്തന്മാരെല്ലാവരും കൂടി ഒരു ഘോഷയാത്രയായിട്ട് ഇങ്ങനെ നടന്നു നീങ്ങുമ്പോൾ ഇവൻ്റെ വീടിൻ്റെ മുമ്പിലെത്തുന്നു. ഇവൻ്റെ വീടിൻ്റെ മുമ്പിലെത്തുമ്പോൾ അവരിലെ കൂട്ടത്തിൽ ആരോ ഒരുവൻ വിളിച്ചു പറയുന്നു, ദേ നിൽക്കുന്നു ഒരു ഭ്രാന്തൻ എന്നുള്ളതാണ്. ഇവൻ നോക്കുമ്പോൾ അവരെല്ലാവരും കൂടിയും ഇവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഭ്രാന്തൻ എന്ന് വിളിച്ചു പറയുന്നത്. ഇവനാകെ ഭയപ്പാടായി. അവരെല്ലാവരും കൂടിയും ഇവനെ ആക്രമിക്കാനായിട്ട് വരുന്നു. അതിൽ മൂപ്പൻ വന്ന് പറയുന്നു, നിനക്ക് ഒരു ഭ്രാന്താണ്, നീ ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഗ്രാമത്തിൽ നിന്നും വിട്ടുപോയേ പറ്റൂ, അതല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കൊന്നുകളയും. ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ രക്ഷപ്പെടാനായിട്ട് യാതൊരു മാർഗവുമില്ല എന്ന് കണ്ട ഈ ചെറുപ്പക്കാരൻ മരണത്തിന് മുൻപ് ആ മൂപ്പൻ്റെ അടുത്ത്, ആ ഗ്രാമവാസികളുടെ അടുത്ത്, ആ ഭ്രാന്തന്മാരോട് ചോദിക്കുകയാണ്, എനിക്ക് അവസാനമായിട്ടൊരു ആഗ്രഹമുണ്ട്. എന്താണ് നിൻ്റെ ആഗ്രഹം? അവർ പറഞ്ഞു, എനിക്കൊരല്പം വെള്ളം കുടിക്കണം. അതാണ് അവൻ്റെ ആഗ്രഹം. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഉടനെ തന്നെ ആ ഗ്രാമവാസികളെ അല്ലെങ്കിൽ അതിവിടെ മൂപ്പൻ്റെ ഒരു അനുവാദപ്രകാരം വെള്ളം കുടിക്കുകയും, അതും സ്വന്തം വീട്ടിൽ സൂക്ഷിച്ചു വെച്ച വെള്ളമല്ല, അയൽവക്കത്തെ വീട്ടിൽ നിന്നും പോയി വെള്ളം കുടിക്കുകയും, വെള്ളം കുടിച്ച അദ്ദേഹം ഈ ഗ്രാമവാസികളെ പോലെ തന്നെ ഒരു മുഴുഭ്രാന്തനായിട്ട് വട്ടനായിട്ട് തിരിച്ചു വരികയും ചെയ്യാണ്. അപ്പോൾ കണ്ടവരൊക്കെ പറയാണ്, ഇതാ നോക്കൂ, അവൻ്റെ ഭ്രാന്ത് മാറി. ഇത് ജീവിതത്തിലൊക്കെ സംഭവിക്കാവുന്ന ഒരു അപകടമാണ്. ചുറ്റുമുള്ള എല്ലാവരും ഒരേപോലെ പെരുമാറുന്നു, ഞാനും അതേപോലെ പെരുമാറുവാനായിട്ട് നിർബന്ധിതനാകുന്നു. നമുക്കുണ്ടാകേണ്ട ഒരു കാര്യമാണ് ഒരു വ്യത്യസ്തത, മാറി നിൽക്കാനായിട്ടുള്ള ഒരു ധൈര്യം, ഡയർ ടു ബി ഡിഫറൻറ്റ്. കൂട്ടത്തിലുള്ള ആൾക്കൂട്ടത്തിൻ്റെ മനോഭാവത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കാനായിട്ടുള്ള ഒരു ധൈര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരു മനുഷ്യ വ്യക്തിയും നേടിയെടുക്കേണ്ട ഒന്നാണ്. നമുക്കറിയാം, ആൾക്കൂട്ടത്തിൻ്റെ വിചാരണയ്ക്ക് നമ്മളൊക്കെ വിധേയമാകുന്നുണ്ട്, അറിഞ്ഞു അറിയാതെ. നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് പേടിയാണ്. പക്ഷെ കൂട്ടത്തിലാണെങ്കിൽ ആരും അറിയത്തില്ലല്ലോ, നമ്മളത് അങ്ങോട്ട് ചെയ്തു പോകുന്നു. ഒരു ബസ്സിന് കല്ലെറിയാനാകട്ടെ, ഒരു സമരത്തിനാകട്ടെ, ഒരു തെറ്റ് ചെയ്യാനാകട്ടെ, നമ്മളെപ്പോഴും ഈ കൂട്ടത്തിൽ കൂടി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റ രീതികളൊക്കെ മാറിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിന്നൊന്ന് മാറി നിൽക്കാനായിട്ട്, ഒന്ന് മാറി നടക്കാനായിട്ട് അപാര ധൈര്യം വേണം. ഡയർ ടു ബി ഡിഫറൻറ്റ്. ആനന്ദിൻ്റെ ആൾക്കൂട്ടം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. വളരെ ഒരു ഫിലോസോഫിക്കലായിട്ടുള്ളൊരു നോവലാണ്. അതിൽ ബോംബെ എന്ന് പറയുന്ന നഗരത്തിൽ അത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ അധിവസിക്കുന്ന ആ ഒരു വലിയ നഗരത്തിൽ ആ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ തങ്ങളുടെ സ്വത്വബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഏതാനും ചെറുപ്പക്കാരുടെ കഥയാണ് ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നത്. ആനന്ദ് അതിൽ പറയുന്ന കാര്യം ഇതാണ്: ആൾക്കൂട്ടത്തിന് മുഖമില്ല. മുഖമില്ലാത്ത ആൾക്കൂട്ടങ്ങളായിട്ട് നമ്മളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മളൊരു തിരക്കിനിടയിൽ ചെന്ന് വിട്ടു, നമുക്ക് ആരെയും പരസ്പരം തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. ഒരു ഗ്രാമത്തേക്കാൾ ഉപരിയായിട്ട് ഒരു നഗരത്തിലൊക്കെയാണ്, കൊച്ചി പോലെയോ അല്ലെങ്കിൽ ഒരു മെട്രോ സിറ്റിയിലൊക്കെ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ പരസ്പരം അറിയത്തില്ല, ഒരു അനോണിമിറ്റി ഉണ്ട്. അത് ആൾക്കൂട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ മുഖമില്ലാത്ത ആൾക്കൂട്ടമായിട്ട് നമ്മൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ആ ആൾക്കൂട്ടത്തിൽ നമ്മൾ ഒരാളെ എങ്ങനെ തിരിച്ചറിയുക? ചിലപ്പോഴൊക്കെ നമ്മൾ തിരിച്ചറിയുക, ഓക്കെ, ഒരു പച്ച സാരി ഉടുത്ത ഒരു ചേച്ചി, അല്ലെങ്കിൽ ചുവന്ന ഷർട്ടിട്ട ഒരു ചേട്ടൻ, അല്ലെങ്കിൽ പൊക്കം കൂടിയ ഒരു ചേട്ടൻ. അങ്ങനെയുള്ള ചില ലക്ഷണങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പലരെയും തിരിച്ചറിയാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം അവർക്കൊന്നും മുഖമില്ല. അപ്പോൾ ഈ മുഖം നഷ്ടപ്പെട്ട ആൾക്കൂട്ടത്തിലെ ഒരു അംഗം മാത്രമായിട്ട്
ഞാൻ മാറിപ്പോകുന്നുണ്ട് എന്നുള്ളത് വലിയൊരു അപകടമാണ്. ഈ ആൾക്കൂട്ട വിചാരണയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനായിട്ടും ഒഴുക്കിനെതിരെ നീന്തുക എന്നൊക്കെ കാരണന്മാർ പറയും. സമൂഹം ഒരു വഴിക്ക് പോകുമ്പോൾ ആ വഴി തെറ്റാണെങ്കിൽ, അത് ശരിയല്ല എങ്കിൽ അതിനെതിരെ ഒറ്റയ്ക്കാണെങ്കിലും പ്രതിരോധിക്കാനായിട്ടോ അതിനെതിരെ നീന്തുവാനായിട്ടോ പ്രവർത്തിക്കാനായിട്ടോ നമുക്ക് പറ്റുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വലിയ വെല്ലുവിളിയാണ്. പണ്ട് കണ്ട ഒരു ചിത്രമുണ്ട്, ഗുരു എന്ന് പറയുന്ന ചിത്രം. ഒരു അന്ധതയുടെ താഴ്വരയിൽ എത്തിപ്പെട്ട ഒരു കാഴ്ചയുള്ള നായകൻ. അവൻ ആ കാഴ്ചയുടെ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ ആ അന്ധന്മാർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തോ അവൻ്റെ ആ ഒരു കാഴ്ചപ്പാടും ആ വിവരണവും ആ അന്ധന്മാരായിട്ടുള്ള ജനക്കൂട്ടം കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല. പിന്നീട് ഈ കാഴ്ചയുള്ള അയാളുടെ ഒരാളുടെ പ്രവർത്തനം കൊണ്ട്, ധൈര്യം കൊണ്ട് ആ ഒരു തലമുറയ്ക്ക് മുഴുവൻ അദ്ദേഹം കാഴ്ച കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നു, കാഴ്ച കൊടുക്കാനായിട്ട് നേടിയെടുക്കുന്നു എന്നുള്ളതാണ് ആ കഥയുടെ ഇതിവൃത്തം. അത് വളരെ പ്രത്യേകതയാണ്. സമൂഹം മുഴുവൻ ഒരു ആദ്യം പറഞ്ഞ കഥയിലെ പോലെ ഒരു ഭ്രാന്തന്മാരായിട്ടോ അല്ലെങ്കിൽ അന്ധന്മാരായിട്ടോ ഒരു കാഴ്ച നഷ്ടപ്പെട്ടവരോ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവരോ ഉൾക്കാഴ്ച നഷ്ടപ്പെട്ടവരൊക്കെ ആയിട്ട് മാറുമ്പോൾ കാഴ്ചപ്പാടുള്ള, ഉൾക്കാഴ്ചയുള്ള, കാഴ്ചയുള്ള ഒരാൾ മതി അവർ ദേനായ ദിശയിലേക്ക് നയിക്കുവാനായിട്ട്. ഒരൊറ്റ ആൾ മതി അവർക്ക് വേണ്ട വഴികാട്ടിയാകാനായിട്ട്. അപ്പോൾ അതിൽ ഒരു പ്രത്യേകത നമ്മൾ നേടിയെടുക്കുക. ഒരു സമൂഹത്തിൻ്റെ പോക്കിൽ നിന്നുമൊക്കെ ഒന്ന് മാറി നിൽക്കാനായിട്ട് സമൂഹം ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് വ്യക്തികളെയും സ്ഥലങ്ങളെയും ഒക്കെ വീതിച്ചെടുക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒറ്റയ്ക്ക് സഞ്ചരിക്കാനായിട്ടും ഒറ്റയ്ക്ക് ഒരു ആദർശപരമായ നിലപാടുകൾ എടുക്കുവാനൊക്കെ പറ്റുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഗൗരവമേറിയായിട്ടുള്ള ഒരു നന്മയാണ്. ഞാൻ മംഗലപ്പുഴ സെമിനാറിലൊക്കെ ഫിലോസഫി പഠിക്കുമ്പോൾ അവിടെ ഒരു 75 വർഷത്തിൻ്റെ ആ സെമിനാരിയുടെ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഒരു അച്ഛൻ, അന്നത്തെ ജൂബിലേറിയനായിട്ടുള്ളൊരു അച്ഛൻ വന്ന് പ്രസംഗിച്ചത് ഇപ്പോഴും ഓർക്കുകയാണ്. അച്ഛൻ പറഞ്ഞ കാര്യമാണ്, പൗരോഹിത്യത്തിൻ്റെ 25 വർഷം ജൂബിലി ആഘോഷിക്കുന്ന അച്ഛനാണ്, സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന അച്ഛനാണ്. അച്ഛൻ പറയുന്ന കാര്യമാണ്, മക്കളെ, അനിയന്മാരെ, ഞങ്ങൾ സന്യാസ പൗരോഹിത്യ ജീവിതത്തിൻ്റെ 25 വർഷം പൂർത്തിയാക്കി. ഞങ്ങൾ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ ഇതാ 25 വർഷത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഞങ്ങൾ സഞ്ചരിച്ച വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കരുത്. നിങ്ങൾ വേറെ വഴിയിലൂടെ സഞ്ചരിക്കുക, വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുക. നിങ്ങൾക്കറിയാലോ, വഴി മാറി നടക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. വഴി മാറി നടക്കുന്ന എല്ലാവരും വഴി തെറ്റി നടക്കുന്നവരല്ല കേട്ടോ. വഴി മാറി നടക്കുന്നവരെല്ലാവരും വഴി തെറ്റി നടക്കുന്നവരല്ല കേട്ടോ. നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള വഴിയിലൂടെ നടക്കുവാനായിട്ട്, അല്ലെങ്കിൽ വ്യത്യസ്തമായ പാത വെട്ടി തുറന്നുകൊണ്ട് പോകുവാനായിട്ട് അത്ര എളുപ്പമല്ല. അതിന് അസാമാന്യമായിട്ടുള്ള ഒരു ധൈര്യം വേണം. നമ്മുടെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ മുൻകാലങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഈ നേതാക്കന്മാരുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അവരൊറ്റയ്ക്ക് നടന്ന് ശീലിച്ചു എന്ന് പറയുന്നതാണ്. അത് ഗാന്ധി ആകട്ടെ, ക്രിസ്തു ആകട്ടെ, നെൽസൺ മണ്ടേല ആകട്ടെ, അവർക്ക് അവരുടേതായിട്ടുള്ള വഴിയിലൂടെ നടക്കാനായിട്ട് പറ്റിയെന്നതും മറ്റുള്ളവരെ അവരുടെ വഴിയിലേക്ക് ആകർഷിക്കാനായിട്ട് പറ്റിയെന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് 2 പേർക്കാണ്. ഒന്ന് ഇന്ത്യയിൽ നിന്നുള്ള കൈലാഷ് സത്യാർത്ഥിക്കും, 2 പാകിസ്ഥാനിൽ നിന്നുള്ള മലാല യൂസഫിനും. മലാല യൂസഫ് വളരെ ഫേമസ് ആണ്. ഏറെക്കുറെ ഒരു ചെറിയ 16-17 വയസ്സുള്ള പെൺകുട്ടിയാണ് അന്ന്. അവളുടെ വാക്കുകളും അവളുടെ ഒരു പ്രവർത്തനങ്ങളൊക്കെ ലോക ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ നടത്തിയ പ്രവർത്തനങ്ങൾ. കൈലാഷ് സത്യാർത്ഥി ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തെ അത്ര ഒരു പരിചിതമല്ലാത്ത ഒരു മുഖമാണ് കൈലാഷ് സത്യാർത്ഥി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 8-10 ലക്ഷം കുട്ടികളെ, സ്ട്രീറ്റ് ചിൽഡ്രനെ അവരുടെ തെരുവുകളിൽ നിന്നും അല്ലെങ്കിൽ തെരുവിൻ്റെ അടിമത്തത്തിൽ നിന്നൊക്കെ മോചിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത നന്മ. അപ്പോൾ അദ്ദേഹം ഈ നോബൽ സമ്മാനമൊക്കെ ലഭിച്ചതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ, എങ്ങനെയാണ് താങ്കൾക്ക് ഇത്രയും ഒരു ധൈര്യം കിട്ടുന്നത്? ഒരു നോർത്ത് ഇന്ത്യയുടെയൊക്കെ പശ്ചാത്തലത്തിൽ കുട്ടികളെ, ഇത്രയും അധികം കുട്ടികളെ ഒരു ബാലവേലയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അദ്ദേഹം എടുത്തൊരു വളരെ ചങ്കൂറ്റപരമായിട്ടും അല്ലെങ്കിൽ ജീവൻ പണയം വെച്ചുകൊണ്ട് പോലൊക്കെ എടുത്ത ഒരു സ്റ്റെപ്പാണ് കൈലാഷ് സത്യാർത്ഥിയെ ഈ ഒരു നോബൽ പ്രൈസിന് വിന്നറാക്കി മാറ്റിയത്. അദ്ദേഹം പറയുന്ന കാര്യമാണ്, 3 ചോദ്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ചോദിച്ചിരുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഐ ദെൻ ഹൂ? ഞാൻ അല്ലെങ്കിൽ വേറെ ആര്? രണ്ടാമത്തത്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹിയർ ദെൻ വെയർ? ഇവിടെ ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെ എവിടെ? മൂന്നാമത്തത്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് നൗ ദെൻ വെൻ? ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറെ എപ്പോൾ? അപ്പോൾ ഈ 3 ചോദ്യങ്ങൾ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയണത്. ഞാനിത് ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യും? ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ ഇത് ചെയ്യുക?
ഇവിടെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ എവിടെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഈ ഒരു ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ചില കാര്യങ്ങൾക്ക് ഒരു ബോൾഡായിട്ട് മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുവാനായിട്ട് നമുക്ക് പറ്റുക. ബോൾഡായിട്ടൊരു ഡിസിഷൻ, അത് ഒരു നേതാവിനുണ്ടാകേണ്ട ഗുണം കൂടിയാണ്. വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനായിട്ട്, വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കാനായിട്ട്, അത് ആശയ തലത്തിലാകട്ടെ പ്രവർത്തന തലത്തിലാകട്ടെ, ഒരല്പം ഡിഫറെൻറ്റ് പാറ്റേൺ, ഡിഫറെൻറ്റ് സൈക്കോളജി, ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അതാണ് നമ്മളെ വ്യത്യസ്തനാകുന്നത്. അത് ചിലപ്പോഴൊക്കെ ഒരു തമാശയായിട്ട് പറയാറുണ്ട്, ചിലവരൊക്കെ ഈ വ്യത്യസ്തത പല രീതിയിലാണ് ആഗ്രഹിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലിൽ പോയി എല്ലാവരും ചപ്പാത്തി ഓർഡർ ചെയ്തു, അപ്പോൾ ഒരുത്തം മാത്രം പൊറോട്ട ഓർഡർ ചെയ്തു. അതൊരു വ്യത്യസ്തതയാണ്. ആ വ്യത്യസ്തതയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് വെറുതെയുള്ള ഒരു ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ക്രിയേറ്റീവ് ഡിഫറൻസാണ്, ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യത്യസ്തയാണ്. അതല്ല, ഞാൻ എൻ്റെ നിലപാടുകളും എൻ്റെ ആദർശങ്ങളും ഒക്കെ ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുമ്പോഴാണ് എൻ്റെ അതിനൊരു ഫൈനലായിട്ടുള്ള ഒരു ലക്ഷ്യം എനിക്ക് കണ്ടെത്താനായിട്ട് പറ്റുക. നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് വാട്സപ്പാണ്. വാട്സപ്പിൻ്റെ ഒരു സംരംഭകർ എന്നൊക്കെ പറയുന്നത് 2 പേരാണ്. ഒന്ന് ജാൻകും എന്ന് പറയുന്ന വ്യക്തിയും, 2 ബ്രയാൻ ആക്ടൺ എന്ന് പറയുന്ന വ്യക്തിയുമാണ്. ഈ ജാൻകുമിനെ കുറിച്ച് പറയുന്ന കാര്യം, അദ്ദേഹം ഉക്രൈൻ എന്ന് പറയുന്ന ഒരു റഷ്യയുടെ അധിനിവേശ നഗരത്തിൽ പെട്ടൊരു വ്യക്തിയാണ്. അത് തീർച്ചയായിട്ടും ഒരു ദരിദ്ര ഗ്രാമമാണ്. ഈ ദരിദ്ര ഗ്രാമമായ ഉക്രൈനിൽ നിന്നും കുടിയേറി അമേരിക്കയിലെത്തിയ വ്യക്തിയാണ് ജാൻകും. അദ്ദേഹത്തിൻ്റെ കുടിയേറ്റ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അമ്മയും അമ്മാമയും ഒപ്പമാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് മാറുന്നത്. അദ്ദേഹത്തിൻ്റെ പപ്പയ്ക്ക് ഈ യുക്രൈനിൽ നിന്നും ഈ അമേരിക്കയിലേക്ക് കടക്കാനും പറ്റിയില്ല. അദ്ദേഹം അവിടെ വെച്ച് തന്നെ മരിച്ചു പോവുകയാണ്. തിരിച്ച് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ഈ ജാൻകും എന്ന് പറയുന്ന വ്യക്തിക്ക് വളരെ ദാരിദ്ര്യം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലൂടെയാണ്, ഒരു ഒറ്റമുറി അപ്പാർട്ട്മെൻറ്റിലൊക്കെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. പിന്നീട് അമ്മയ്ക്ക് ക്യാൻസർ വരുന്നു, അമ്മ മരിക്കുന്നു, അമ്മാമ്മയോടൊപ്പം ജീവിതം മുന്നോട്ട് നീങ്ങുന്നു, ജോലി ഇല്ലാതെ അദ്ദേഹം വിഷമിക്കുന്നു. മാത്രമല്ല, ഈ സാമ്പത്തിക പരാധീനത കൊണ്ട് അദ്ദേഹം ഈ അമേരിക്കയിൽ കൂലിപ്പണിക്കൊക്കെ പോകേണ്ടി വരുന്ന അവസ്ഥ, പഠിക്കാനായിട്ട് പണമില്ലാത്തതുകൊണ്ട് അദ്ദേഹം പിന്നീട് ഈ ഓൺലൈനിലും ഒപ്പം തന്നെ ചില പ്രൈവറ്റ് ട്യൂഷനൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടി അറിവ് നേടുന്നൊരവസ്ഥ. പിന്നീട് അമ്മാമ്മയും മുത്തശ്ശിയും മരിച്ചു പോകുന്നു. അദ്ദേഹം പിന്നീട് ഈ ഒരു കമ്പ്യൂട്ടറിൽ ഒരു അല്പം താല്പര്യം ഉണ്ടായതുകൊണ്ട് സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ പുസ്തകങ്ങൾ വരുത്തി വെച്ച് പഠിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കിട്ടിയ അറിവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് യാഹൂ കമ്പനിയിൽ ഒരു വേക്കൻസി വന്നപ്പോൾ അദ്ദേഹത്തിന് ചാൻസ് കിട്ടുന്നു. യാഹൂ കമ്പനിയിൽ അദ്ദേഹം ജാൻകും ജോലിക്കായിട്ട് വരികയാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം ഈ ബ്രയാൻ ആക്ടൺ എന്ന് പറയുന്ന തൻ്റെ കൂട്ടുകാരനെ പരിചയപ്പെടുന്നത്. ബ്രയാൻ ആക്ടൺ അന്ന് യാഹൂ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഈ യാഹൂ കമ്പനിയിൽ ഏകദേശം ഒരു 9 വർഷത്തോളം ഈ ജാൻകും വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുദിച്ച ചില ആശയങ്ങളാണ് ഈ വാട്സപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, അതായത് അന്ന് എനിക്ക് തോന്നിയൊരു ആശയം, അന്ന് ഈ മെസ്സേജ് സിസ്റ്റമാണ് ഉണ്ടായിരുന്നത് നിസാര പൈസയ്ക്ക്. അപ്പോൾ ഈ ടെക്സ്റ്റ് മെസ്സേജിനൊപ്പം തന്നെ ചില ഇമേജുകൾ അയക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണല്ലോ. കൂട്ടത്തിൽ ഒരു സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്ന രീതി ഇപ്പോൾ നമ്മൾ വാട്സപ്പിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അതായത് ഞാനിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് എൻ്റെ കൂട്ടുകാരൻ അവൻ്റെ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കും എന്നുള്ളൊരാശയം. ഞാൻ ഡ്രൈവ് ചെയ്യുകയാണ്, ഞാൻ ഉറങ്ങുകയാണ്, ഞാൻ കളിക്കുകയാണ്. ഈ ഒരു ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുദിച്ചു. ഈ ആശയം അദ്ദേഹം ഒരു വ്യത്യസ്തത നിറഞ്ഞുകൊണ്ട് യാഹൂ കമ്പനിയിൽ അവതരിപ്പിക്കുകയാണ്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തെ ആരും അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ആശയത്തെ അവരെല്ലാവരും ഇതൊരു വെറും വേസ്റ്റാണ്, ഈ ഒരു ആശയം അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തഴയാണ്. മാത്രമല്ല, യാഹൂ കമ്പനി അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കുകയാണ്. പിന്നീട് യാഹൂ കമ്പനിയുടെ 9 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജോലിക്ക് ശേഷം പുറത്താക്കപ്പെട്ട അദ്ദേഹം സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്. ആ സ്റ്റാർട്ടപ്പിന് സഹായിക്കാനായിട്ട് തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ബ്രയാൻ ആക്ടനും കൂടിയും പിന്നീട് കൂടി ചേരാണ്. അന്ന് അവരാരംഭിച്ച ഈ ഒരു ആഗ്രഹം, ഈ പരിശ്രമം, ഈ സ്റ്റാർട്ടപ്പാണ് പിന്നീട് വാട്സപ്പായിട്ട് രൂപീകരിക്കപ്പെട്ടത്. ആദ്യം വളരെ ചുരുങ്ങിയ ചുറ്റുപാടുകളിലാണ് ഇതിൻ്റെ ആരംഭം. 2009 ഫെബ്രുവരി മാസത്തിലാണ് ഈ വാട്സപ്പിനൊക്കെ ഇത്രയും ഒരു പ്രചാരം കിട്ടുന്നതും ഈ ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ അത് ഏറ്റെടുക്കുന്നതുമൊക്കെ. അപ്പോൾ അങ്ങനെ പിന്നീട് ഈ വാട്സപ്പിന് വല്ലാത്തൊരു പ്രചാരം കിട്ടുകയും 2017 കൂടി ഫേസ്ബുക്ക് വാട്സപ്പിനെ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്തു. $19 ബില്യൺ ഫേസ്ബുക്ക് വാട്സപ്പ് വാങ്ങുന്നത്. അപ്പോൾ ഈ ജാൻകും പറയുന്നൊരു കാര്യം ഇതാണ്, ഞാനൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ആശയം അവതരിപ്പിച്ചപ്പോൾ അതാരും അംഗീകരിക്കാനായിട്ട് കൂട്ടാക്കിയില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെ അവർ പുറത്താക്കി. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഡെഡിക്കേഷനാണ് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ ഈ ഒരു സൗകര്യം നമുക്ക് കിട്ടാനായിട്ട് കാരണം. സത്യത്തിലൊരു പ്രത്യേകത ഇതാണ്, ഒരാൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അദ്ദേഹത്തെ എല്ലാവരും അംഗീകരിച്ചോളണമെന്നില്ല, എല്ലാവരും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചോളണമെന്നില്ല. പ്രോത്സാഹിപ്പിക്കില്ല എന്ന് മാത്രമല്ല,
പലരും അദ്ദേഹത്തെ തളർത്താനായിട്ടും അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാനായിട്ടും പരിഹസിക്കാനായിട്ടൊക്കെയാണ് തുടങ്ങുക. അത് സമൂഹത്തിൻ്റെ മെൻറ്റാലിറ്റി അങ്ങനെയാണ്. ഒരാൾ വ്യത്യസ്തമായിട്ട് രീതിയിലൂടെ വളർന്നു വരുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യം അദ്ദേഹത്തെ ഒന്ന് കളിയാക്കി താഴ്ത്തിക്കെട്ടി പരിഹസിച്ച് തളർത്തുക എന്നുള്ളതാണ്. അതിനെയും ഓവർകം ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപാര ധൈര്യം വേണം. അതാണ് ഡയർ ടു ബി ഡിഫറെൻ്റ് എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാവുക എന്നുള്ളതും ധൈര്യം ഉണ്ടാവുക എന്നുള്ളതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അത് കേവലം ഒരു ഭൗതിക തലത്തിൽ മാത്രമല്ല, ഒരു ആത്മീയ തലത്തിലായാലും ഇങ്ങനെ തന്നെയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ആത്മീയ ജീവിത ശൈലി വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. നമുക്കറിയാം, ഈ കത്തോലിക്ക സഭ കണ്ട ഏറ്റവും വലിയ മിസ്റ്റിക്കുകളൊന്ന് കുരിശിലെ വിശുദ്ധ യോഹന്നാനാണ്. കുരിശിലെ വിശുദ്ധ യോഹന്നാൻ ഒരു അത്രയും ഒരു ആത്മീയത കാത്തു സൂക്ഷിച്ച മനുഷ്യൻ അന്നത്തെ കാലഘട്ടത്തിലോ ഇന്നത്തെ കാലഘട്ടത്തിലോ കത്തോലിക്ക സഭയിൽ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കാലഘട്ടം അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സഹസന്യാസികൾ പോലും അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ല. അവർ പോലും അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് മുദ്ര കുത്തുകയും അദ്ദേഹത്തെ ജയിലിലടക്കുകയൊക്കെയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആത്മീയതയുടെ തലത്തിലായാൽ പോലും ഒരു വ്യത്യസ്തമായ വഴിയിലൂടെ നടക്കുന്നവനെ, വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ പറയുന്നവനെ സമൂഹം അംഗീകരിക്കില്ല. നേരെ മറിച്ച് ഒറ്റപ്പെടുത്താനായിട്ടും കുറ്റപ്പെടുത്തുവാനായിട്ടും പരിഹസിക്കാനായിട്ടൊക്കെ തയ്യാറാവുകയാണ്. അപ്പം ഈ ഒരു ധൈര്യം നേടിയെടുക്കുക എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഒറ്റയ്ക്കാണെങ്കിലും നടന്ന് ലക്ഷ്യത്തിലെത്തുക എന്നുള്ള കാര്യം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോ അതുകൊണ്ടാണ് വ്യത്യസ്തനാകുന്നത്. ഈശോ ഒരിക്കലും ഒരു ആൾക്കൂട്ട വിചാരണയ്ക്ക് സ്വയം നിന്ന് കൊടുത്തിട്ടില്ല. ആൾക്കൂട്ട വിചാരണയ്ക്ക് മറ്റൊരാളെ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. നമുക്കറിയാം, പാപിനിയായ സ്ത്രീ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതായിരുന്നു ആൾക്കൂട്ടത്തിൻ്റെ ആവശ്യം. ജനക്കൂട്ടം മുഴുവൻ അത് പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. എന്നിട്ടും ആ ആൾക്കൂട്ട വിചാരണയ്ക്ക് അവളെ വിട്ടുകൊടുക്കുന്നില്ല. ഇനി അത് മാത്രമല്ല, ഈശോയെ രാജാവാക്കുവാനായിട്ട് ജനക്കൂട്ടം നിർബന്ധിച്ചു കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെങ്കിലും ആ ആൾക്കൂട്ടത്തിൻ്റെ ആ ആരവത്തിനിടയിൽ നിന്നും അവൻ ബോധപൂർവം ഒഴിഞ്ഞു മാറി ഇറങ്ങിപ്പോരാണ്. ചില അത്ഭുതങ്ങളൊക്കെ ഈശോ പ്രവർത്തിക്കുന്നതിന് മുൻപ് ആ വ്യക്തികളെ ആൾക്കൂട്ടത്തിൽ നിന്നും എടുത്ത് മാറ്റി ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ടാണ് ഈശോ അത്ഭുതം പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഒരിക്കലും ഈശോ വിധേയപ്പെട്ടിട്ടില്ല. ആ ഒരു വിചാരണപ്രകാരം, ആവശ്യപ്രകാരം ഈശോ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ധൈര്യമുള്ളവനായിരുന്നു ഈശോ. ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനായിട്ട് ധൈര്യമുള്ളവനായിരുന്നു ഈശോ. എന്നിട്ടും സങ്കടം എന്ന് പറയട്ടെ, ഈശോയുടെ ജീവിതത്തിൻ്റെ അവസാനം എന്താണ്? അവനെ ക്രൂശിക്കുക എന്നുള്ള ഒരു ആൾക്കൂട്ടത്തിൻ്റെ ആക്രോശത്തിന് മുമ്പിൽ നട്ടലിനോടുകൂടി നിൽക്കുവാനായിട്ട് പറ്റാത്ത പീലാത്തോസ് എന്ന് പറയുന്ന ഒരു അധികാരി അവനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. ഒരു അപകടവും ഇത് തന്നെയാണ്. ഏതൊരു ഒറ്റയ്ക്ക് നിൽക്കുന്ന വ്യക്തിയുടെയും ഒരു പക്ഷേ അവസാനം ഉണ്ടാകാവുന്നൊരു അപകടം ഇത് തന്നെയാണ്. പീലാത്തോസ് വെറും ഒരു ആൾക്കൂട്ട വിചാരണയുടെ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൻ്റെ ആക്രോശത്തിന് പേടിച്ചുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട്, ആ ആക്രോശത്തിന് എതിരെ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ധൈര്യമില്ലാത്തതുകൊണ്ട് ഈശോയെ ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവനെ കൊല്ലുകയാണ്. ജീവിതത്തിലുണ്ടാകുന്ന അപകടങ്ങൾ ഇതിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഇത് തന്നെയാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് നമ്മളും വിധേയപ്പെട്ടു പോകും. നമ്മളും ഒരു അപകടത്തിൽ ചെന്ന് പെടാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ അതിനെ അതിജീവിക്കാനായിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പങ്കുവച്ച കാര്യങ്ങളെ ഒന്ന് സംഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്. നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴും ഒരു ആൾക്കൂട്ട മെൻറ്റാലിറ്റി നമ്മളെയൊക്കെ വലയം ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനത്തെ, നമ്മുടെ ചിന്താരീതിയെ, നമ്മുടെ പ്രതികരണ ശേഷിയെ ഒക്കെ അത് സ്വാധീനിക്കുന്നുണ്ട്. ഈ ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്ക് മുന്നിൽ മുഴുകിപ്പോകാതെ, ഒടുങ്ങിപ്പോകാതെ ഒന്ന് മാറി നിൽക്കുവാനായിട്ടുള്ള, മാറി ചിന്തിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമുണ്ട്. അതിനെയാണ് ഡയർ ടു ബി ഡിഫറെൻറ്റ്, വ്യത്യസ്തമായിട്ട് നിൽക്കുവാനായിട്ടുള്ള ധൈര്യം ഉണ്ടാവുക എന്ന് പറയുന്നത്. ഈ വ്യത്യസ്തമായിട്ടുള്ള ധൈര്യം ഉണ്ടാകാനായിട്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഭൗതിക തലത്തിലാകട്ടെ ആത്മീയ തലത്തിലാകട്ടെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കാനായിട്ടോ മറ്റുള്ളവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കാനായിട്ടോ ഉണ്ടാകില്ല. പക്ഷേ ഈ ഒറ്റപ്പെടലിനെ അതിജീവിക്കാനായിട്ട്, ഈ ഒറ്റപ്പെടലിനെ നേരിടുവാനായിട്ടുള്ള ഒരു ധൈര്യം കൂടിയും നമ്മൾ നേടിയെടുക്കണം. മൂന്നാമതായിട്ട് ക്രിസ്തുവാണ് അതിന് നമുക്ക് ഏറ്റവും വലിയ മാതൃക. കാരണം ആൾക്കൂട്ട വിചാരണയ്ക്ക് ഒരിക്കലും ഈശോ നിന്നു കൊടുത്തിട്ടില്ല. ആൾക്കൂട്ടത്തിൻ്റെ ആഘോഷങ്ങൾക്കനുസരിച്ച്, ആരവങ്ങൾക്കനുസരിച്ച് ഈശോ ആരെയും വിധിച്ചിട്ടില്ല.
എന്നിട്ടും അവനൊരു ആൾക്കൂട്ടത്തിൻ്റെ വിചാരണയ്ക്ക് വിധേയപ്പെട്ട് മരണത്തിന് കീഴ്വഴങ്ങിയെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവൻ്റെ ഒക്കെ ഒരു അവസാനം ഈ ഒരു വിചാരണയിൽ ജീവിതം ഒടുങ്ങുക എന്ന് തന്നെയായിരിക്കും. എന്നാൽ പോലും അതിനെ ധൈര്യപൂർവ്വം നേരിടുവാനായിട്ടും ഒരു ഡിഫറൻ്റായിട്ട് നിന്നുകൊണ്ട് ജീവിതത്തെ നോക്കിക്കാണാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും നിങ്ങൾക്ക് പറ്റണം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.